ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അവിടെയും ഫോളോ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് വേറെ തരത്തിലുള്ള മെസ്സേജസ് കിട്ടും, എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ മെസ്സേജ് ചെയ്യാം ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അവിടെയും ക്ലിക്ക് ചെയ്ത് ചാനലിൻ്റെ മെമ്പർ ആവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ മെസ്സേജസ്, നിങ്ങളുടെ ഫീലിങ്സ്, ആ പേഴ്സൻ്റെ ഫീലിങ്സ്, ഔട്ട്കം, ഈ റിലേഷൻഷിപ്പിൻ്റെ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. കാപ്രിക്കോണിൻ്റെ ഓവറോൾ എനർജി ജസ്റ്റിസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് 3 of Swords. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കറൻറ്റ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ ഫൂൾ. നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 3 of Pentacles. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് Knight of Wands. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ Page of Pentacles. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 10 of Pentacles. ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങളുടെ 4 of Swords. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ Knight of Pentacles. ഔട്ട്കം ഈ റീഡിങ്ങിൻ്റെ, ഈ റിലേഷൻഷിപ്പിൻ്റെ ഈ കാർഡ്. അപ്പോൾ ജസ്റ്റിസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി കാപ്രിക്കോൺ. ഇത് ലീബ്ര എനർജിയാണ്. ഇത് മാരേജിൻ്റെ എനർജി ആവാം, ഡിവോഴ്സിൻ്റെ എനർജി ആവാം, അതല്ല വെച്ചാൽ റീകൺസിലിയേഷൻ്റെ എനർജി ആവാം. ഇത് കാർമിക് ജസ്റ്റിസിൻ്റെ എനർജിയും ആവാം. അപ്പോൾ നിങ്ങളുടെ ഈ പേഴ്സൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ ഉണ്ടായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കർമ്മ കിട്ടണു പറഞ്ഞാൽ നിങ്ങൾ ശരിയായി ഭാഗത്തായിരുന്നു വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യണു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ എന്തെങ്കിലും ഒരു നെഗറ്റീവായി ഒരു ബിഹേവിയർ ഉണ്ടായിരുന്നു, അതല്ല വെച്ചാൽ അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ അവർക്ക് അതിന് വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെ കർമ്മ കിട്ടുന്നു. അപ്പോൾ എവിടെയോ കർമ്മ നിങ്ങളുടെ ഭാഗത്തിലാണ്. ജസ്റ്റിസ് ഇവിടെ അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. 3 of Swords ആണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി കുറേ അപ്സെറ്റാണ്. അവരുടെ മനസ്സിൽ കുറേ ഒരു ഡിപ്രഷൻ, അവർ ഡെഫിനറ്റ്ലി ഹാപ്പി അല്ല. ഇവിടെ കുറേ സാഡ്നെസ് ഉണ്ട്. ഓക്കെ, മനസ്സിൽ അവർ നിങ്ങളെ മിസ് ചെയ്യണു, കുറേ റിഗ്രറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ജസ്റ്റിസിന് നമ്മൾക്ക് നോക്കാം. 6 of Cups, 9 of Swords. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണിനെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്. ഇവിടെ ഞാനൊരു റീകൺസിലിയേഷൻ കാണുന്നുണ്ട്. നിങ്ങൾക്കല്ല ഈ റീകൺസിലിയേഷൻ വേണം വെച്ചാൽ ഈ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അവർ മെസ്സേജ് അയക്കും. നിങ്ങൾ അതുകൊണ്ട് കുറേ നിങ്ങളുടെ മനസ്സിലും സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്. എന്നുവെച്ചാൽ എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഈ പേഴ്സൻ്റെ എനർജിയിൽ 3 of Swords എന്താണ്? 5 of Swords. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടാളും പിരിയുമ്പോൾ എന്തോ ഒരു വലിയ വഴക്കുണ്ടായിട്ടാണ് പിരിഞ്ഞത്. അപ്പോൾ അതിൻ്റെ അവർക്ക് കുറേ റിഗ്രറ്റ് ഉണ്ടാവും. വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ ഇൻ്റർഫിയർ ചെയ്തു, വേറെ ആൾക്കാരുടെ ഭാഗത്തിനും ഈ റിലേഷൻഷിപ്പിൽ അവർ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ കാരണം ഈ പേഴ്സൺ അവരെ വിശ്വസിച്ച് നിങ്ങളെ വിട്ടു. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കുറേ റിഗ്രറ്റ് ഉണ്ട്. അത് അവർ നിങ്ങളെ ശരിക്കും ട്രീറ്റ് ചെയ്തിട്ടില്ല. അവർ നിങ്ങളെ ശരിക്കും ഈ റിലേഷൻഷിപ്പിൽ ഒരു ശരിയായിട്ടല്ല അവരുടെ ബിഹേവിയർ ഉണ്ടായിരുന്നത്.
ആൻഡ് അതിൻ്റെ റിഗ്രറ്റ് അവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇത്രയും ഗിൽട്ടി ആയി ഫീൽ ചെയ്യണത്. അപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കറൻറ്റ് സിറ്റുവേഷൻ ഫൂളാണ്, ഏരീസ് അക്വേറിയസ് എനർജി. അപ്പോൾ ഫൂൾ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവുന്നുണ്ട്. ഈ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടാവുക. ഇത് വേഗം ഉണ്ടാവും. എന്നുവെച്ചാൽ നൈറ്റ് ഓഫ് സോഡ്സ് ഒരു ഫാസ്റ്റ് മൂവിങ് എനർജിയാണ്. നിങ്ങൾ എവിടെയോ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങൾക്ക് അറിയുണ്ടായിരുന്നു ഈ പേഴ്സൺ എപ്പോഴെങ്കിലും ഒരു സമയത്ത് അവർക്ക് ആ റിയലൈസേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് അറിയുണ്ടായിരുന്നു. ആൻഡ് ഈ പേഴ്സണിന് മനസ്സിലാവും അത് അവർ ചെയ്തത് ശരിയല്ല എന്ന്. അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഒരു കൺഫെഷൻ ആയിരിക്കും അവർ കൊണ്ടുവരിക, അതല്ല ചെറു മാപ്പ് ചോദിക്കാനായിരിക്കും. പക്ഷേ ഈ മാസം തന്നെയാണ് അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പോണത്. 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു ഒന്നുമില്ല ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് തുടങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. 3 ഓഫ് പെൻറ്റിക്കിൾസ്, 4 ഓഫ് വാൻഡ്സ്. പിന്നെ അത് ആ ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ കാര്യങ്ങൾ ശരിയായ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ റീകൺസൈൽ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. 7 ഓഫ് വാൻഡ്സ്, ഇവിടെ കുറച്ച് ബ്ലോക്കേജസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. അവർ കുറേ പാഷനറ്റാണ് നിങ്ങളെക്കുറിച്ച്. പക്ഷേ ഇപ്പോഴും നൈറ്റ് ഓഫ് വാൻഡ്സ് ഒരു സ്റ്റേബിൾ എനർജി അല്ല. ഓക്കെ, അവരുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സ്, 6 ഓഫ് സോഡ്സ്, ഇവർ മേ ബി കുറച്ച് ദൂരെ താമസിക്കണ ടൈപ്പ് പറഞ്ഞാൽ അവർ താമസിക്കണത് കുറച്ച് ദൂരെ ആയിരിക്കും. ആൻഡ് അവർക്ക് ട്രാവൽ ചെയ്തിട്ട് വേണം നിങ്ങളുടെ അടുത്ത് വരാൻ. അതുകൊണ്ടുമാണ് ഈ നൈറ്റ് ഓഫ് വാൻഡ്സ് ഇവിടെ കാണുന്നത്. അവർ കുറേ റെസ്റ്റ്ലെസ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. അവർക്ക് നിങ്ങളെ വേഗം മെസ്സേജ് ചെയ്യണം, മീറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു എനർജിയിലാണ് അവരിപ്പോൾ. അവർക്ക് കുറേ റിഗ്രറ്റ്സ് ഉണ്ട് പാസ്റ്റിനെ കുറിച്ച്. അവർക്ക് ട്രാവൽ ചെയ്തിട്ട് വേണം നിങ്ങളുടെ അടുത്ത് വരാൻ. അപ്പോൾ അതാണ് ഞാനിവിടെ കാണുന്നത്. മേ ബി അവർ താമസിക്കണത് കുറച്ചൊരു ഡിസ്റ്റൻസിലാണ്, അടുത്തല്ല താമസിക്കണം. അപ്പോൾ ആ ട്രാവലിംഗ് എനർജിയും ഇവിടെ കാണാണ്ട്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ഒരു ചെറിയ ലെവലിലാണ് തുടക്കം വേണ്ട, ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലായിട്ട്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? 10 ഓഫ് കപ്സ്. പക്ഷേ ഇത് ഫ്യൂച്ചറിലൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആവോ ഇല്ലയെന്ന് നിങ്ങൾക്കത് അറിയില്ല. പക്ഷേ നിങ്ങൾ ഓപ്പണാണ്. ആ ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞ ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഫ്യൂച്ചറിൽ ഇത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആവാമെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ അത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടല്ല നോക്കണത്. ഒന്നുമില്ല വെച്ചാൽ ഇവിടെ ഈ റിലേഷൻഷിപ്പിലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് കാര്യങ്ങൾ ഒരു ഫ്രണ്ട്ലി ലെവലിൽ ആയാലും നിങ്ങൾ ഓക്കെയാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ അത്ര ഇതുവരെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല ഈ പേഴ്സൻ്റെ മനസ്സിൽ. പക്ഷേ അവരുടെ ഇൻറ്റൻഷൻ ഫ്യൂച്ചറിൽ ഇത് ഒരു മാരേജിൽ കൺവേർട്ട് ചെയ്യാനാണ് അവരുടെ മനസ്സിലുള്ളത്. അവർക്ക് ഇവിടെ മാരേജ് വേണം, ഫാമിലി വേണം. അപ്പോൾ അവർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറേ സീരിയസ് ആയിട്ടാണ് അവർ പറയണത്. 7 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. പക്ഷേ അതൊക്കെ അവരുടെ മനസ്സിൽ അങ്ങനെയാണ്. പക്ഷെ എവിടെയോ അവർക്കൊരു പേടിയുണ്ട്, കമ്മിറ്റ്മെൻറ്റിൻ്റെ ഫിയർ ഉണ്ട് ഈ പേഴ്സണ് അവരുടെ മനസ്സിൽ. അപ്പോൾ കുറേ ധൈര്യം പറഞ്ഞാൽ ഒരു കുറേ ഇന്നർ സ്ട്രെങ്ത്ത് വെച്ചിട്ടാണ് അവർ വരണത്. എന്താ വെച്ചാൽ അവർക്ക് കമ്മിറ്റ്മെൻറ്റ് പറഞ്ഞാൽ കുറച്ചൊരു പേടിയുണ്ട്. അത് കമ്മിറ്റ് ചെയ്താൽ അത് ശരിയാവോ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫിയർ ഉണ്ട് അവരുടെ മനസ്സിൽ. അപ്പോൾ അവർ ഈ പ്രപ്പോസൽ കൊണ്ടുവരുമ്പോഴും കുറേ പേടിച്ചിട്ടാണ് അവർ വരണത്. എന്നുവെച്ചാൽ ഉള്ളിലത്തെ പറഞ്ഞാൽ അവർക്കൊരു ധൈര്യമില്ല ഈ കാര്യം സംസാരിക്കാൻ, ഈ കാര്യം നിങ്ങളോട് പറയാൻ. നിങ്ങളുടെ റിയാക്ഷൻ എന്താ ഉണ്ടാവാമെന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അതും ഒരു പേടിയുണ്ട്. നിങ്ങൾ റിജക്റ്റ് ചെയ്ത ഈ മുഴുവൻ അവർ ചെയ്ത പ്ലാൻ അതൊക്കെ വേസ്റ്റാവും. അതുമാത്രമല്ല അവർക്ക് ആദ്യം ഒരു ഹാർട്ട് ബ്രേക്ക് എനർജിയിലാണ് അവർ പോവുക. അപ്പോൾ അതും അവർക്കൊരു പേടിയുണ്ട് നിങ്ങളുടെ റിയാക്ഷൻ എന്താവാന്ന്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് 4 സോഡ്സ് ആണ്. നിങ്ങളുടെ സൈഡിലല്ല ആക്ഷൻ ഉണ്ടാവുക, ഈ പേഴ്സണാണ് ആക്ഷൻ എടുക്കാൻ പോണത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, ഇവരാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോണത്. കുറച്ച് സമയം ചിലപ്പോൾ
എടുക്കും അത് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട്, പക്ഷേ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് സ്ലോ മൂവിങ് എനർജിയാണ്, നൈറ്റ് ഓഫ് സോഡ്സ് ഫാസ്റ്റ് മൂവിങ് എനർജിയാണ്. അപ്പോൾ എവിടെയോ ഈ പേഴ്സൺ കുറേ ക്ലാരിറ്റി ആണ് കൊണ്ടുവരണേ ഈ സമയത്ത്. അവർ വരുമ്പോൾ കുറേ ക്ലിയർ ആയിട്ടാണ് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാൻ പോണത്. ആൻഡ് ഇവിടെ ഒരു റെന്യൂവൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഞാൻ പറഞ്ഞ മാതിരി ഈ മാസമായിരിക്കും ഈ റെന്യൂവലിൻ്റെ കാര്യം അവർ സംസാരിക്കുക. അതല്ല വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് അയക്കും. നിങ്ങളുടെ സൈഡിലെ ആക്ഷൻ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളല്ല ആക്ഷൻ എടുക്കണം, ഈ പേഴ്സണാണ് ആക്ഷൻ എടുക്കുന്നത്. ഇവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പോണത്. ഔട്ട്കം ഇവിടെ 2 ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഔട്ട്കം എങ്ങനെയെങ്കിലും പോകാൻ പറഞ്ഞാൽ നിങ്ങളുടെ അടുക്ക് ചിലവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് വെച്ചാൽ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവും. നിങ്ങളുടെ അടുക്ക് ചിലവർക്ക് ചിലപ്പോൾ ഇതൊരു ഫ്രണ്ടായിട്ട് മതിയെന്ന് അങ്ങനെ ആയിരിക്കും ഫീലിംഗ് ഉണ്ടാവുക. അങ്ങനെയാണ് വെച്ചാൽ അതും ഒരു പോസിബിലിറ്റി ആണ് ഇവിടെ. അപ്പോൾ ഇത് വേറെ ഈ എനർജിയിൽ ഞാൻ ഒരു തീരുമാനം കാണില്ല. അപ്പോൾ മേ ബി നിങ്ങൾ ഈ മാസം ആയിരിക്കില്ല തീരുമാനിക്കുന്നുണ്ടാവുക, നെക്സ്റ്റ് മന്ത് ആയിരിക്കും നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ക്വീൻ ഓഫ് വോൺസ് ഉണ്ട്, 9 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. ക്വീൻ ഓഫ് വോൺസ് ഒരു കുറേ കോൺഫിഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. അത് നിങ്ങളുടെ എനർജി ആവാം. നിങ്ങൾ കുറേ ആയി വെയിറ്റ് ചെയ്യണു ഈ പേഴ്സൺ തിരിച്ച് വരും എന്ന് നിങ്ങൾക്ക് അറിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരു ഡിസിഷനാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. 2 ഓഫ് വോൺസ് 2 ചോയ്സസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. എങ്ങനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുക, അതാണ് നിങ്ങളുടെ ഡിസിഷൻ. അപ്പോൾ കാപ്രിക്കോൺ ഇവിടെ നിങ്ങളുടെ അവരുടെ തോട്ട്സ്, നിങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത്, അവരുടെ മനസ്സിൽ എന്താണ്. ഐ വിഷ് ഐ കുഡ് ടേക്ക് ബാക്ക് മൈ വേർഡ്സ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മുമ്പേ ഞാൻ പറഞ്ഞ മാതിരി പിരിയുമ്പോഴും നിങ്ങളുടെ ഇടയ്ക്ക് ഒരു വഴക്കുണ്ടായപ്പോഴും കുറേ ഒരു നെഗറ്റീവായിട്ടാണ് അത് എൻഡ് ചെയ്തത്. അതിൻ്റെ ആ ഇൻസിഡൻറ്റ് ഈ പേഴ്സൺ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം അവർക്ക് അത് കുറേ വിഷമമുണ്ട്. അത് അവരങ്ങനെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്ന് അതിൻ്റെ വിഷമമുണ്ട് അവർക്ക്. ഐ വോണ്ട് ടു ഫീൽ ദാറ്റ് വേ അഗൈൻ. അപ്പോൾ മുമ്പത്തെ കാര്യങ്ങളാണ് ഈ പേഴ്സൺ മിസ് ചെയ്യണത്. ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെൻറ്റ് ആൻഡ് ഇവിടെ ഐ കാൻ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. ഇവിടെ കുറേ ഫയർ സൈൻസ് കാണാണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അത് അല്ലാണ്ട് കുറേ അക്വേറിയസ്, ലീബ്ര, ജെമിനിയും ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് ഞാൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് വേണമെച്ചാൽ ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഈ വീഡിയോനെ കമൻറ്റ് ചെയ്യുക വീഡിയോയിൽ. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.